ഇപ്പൊ ഈ ശബരിമല വിഷയത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ ഒരു മാർഗം ആരംഭിക്കാൻ ഇപ്പൊ സർക്കാരിന് കഴിയുന്നില്ല. കാരണം SIT-നെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ സാധിക്കും. അവരാണെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുമില്ല. സർക്കാരിനൊന്നും ചെയ്യാനും കഴിയും. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തൊക്കെ കുറെ വൈറലായതാണ് സ്വർണം കെട്ട ആരോപണം. പക്ഷെ ആ കേസ് തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ SIT ചാർജ് ഷീറ്റ് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് ഷീറ്റ് തരാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. അതും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇനി ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സ്വർണം കക്കാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് തെളിവ് വാങ്ങിക്കാനും വിദഗ്ധന്മാരായി. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം ഇന്നലെ നടത്തിയത്. അപ്പൊ അക്കാര്യത്തിൽ കോടതിയുടെ ഒരു മാത്രമല്ല, ഇപ്പോ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വത്തിലെ നിയമന കാര്യങ്ങൾക്കൊക്കെ സർക്കാരിന് ഒരു ഫ്രീഡം ഉണ്ടാവണം. കോടതിക്ക് ആ സർക്കാർ നടപടിയിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും ഇടപെടാം. അങ്ങനെ സർക്കാരിന്റെ പല കേസിലും കോടതിയുടെ വിധി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അനുകൂല വിധിയും വന്നിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത്. പക്ഷേ ദേവസ്വത്തിന്റെ കാര്യത്തിൽ ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെയായിട്ട് ഒരു എന്താ പറയേണ്ടത്, അവിടെയും ഇപ്പോഴത്തെ ഒരു സ്ഥിതി, കൊച്ചി ദേവസ്വം കമ്മീഷണർ ഗവൺമെന്റ് നിയമിക്കാം, മലബാർ ദേവസ്വം കമ്മീഷണറായിട്ട് സർക്കാർ നിയമിക്കാം. തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം. കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം. പക്ഷെ തീരുമാനം എടുക്കാനുള്ള അവകാശം ഗവൺമെന്റ് ഉണ്ടാവും. ഈ താഴമൻ കുടുംബത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. അത് വലിയ തോതിൽ ആക്ഷേപം കേട്ടിരിക്കുന്ന കുടുംബമാണ്. അവിടെ നിലനിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. അല്ല, അതൊന്നും ഇപ്പോൾ സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷെ ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോ താഴമൺ തന്ത്രി സംശയത്തിന്റെ നേടിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എന്റെ മകനെ വെക്കണം. ഇപ്പൊ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. ബോർഡിന് എടുക്കാൻ തീരുമാനം അത് ബോർഡ് ചെയ്യുന്നതായിരിക്കും. അത് ബോർഡിന്റെ ശരിയാണ്. കാരണം അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈവിടും. അപ്പൊ അതിന്റെ കാരണം എന്താ അറിയുന്നത്, കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നു. ആ ഒരു അവസ്ഥ മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. അതാ പറഞ്ഞ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സർക്കാരിനെ കൈ കെട്ടിരിക്കാൻ കഴിയുമോ? ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരല്ലേ. ഞങ്ങളുടെ എന്തെങ്കിലും നടപടികൾ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് തിരുത്താൻ ഇപ്പോൾ തന്നെ നിയമമുണ്ടല്ലോ. എത്രയോ ഞങ്ങളുടെ തീരുമാനങ്ങൾ കോടതി തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് പരാതി പറഞ്ഞു. കോടതിയുടെ വിധിയിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മേൽക്കോടതിയിൽ പോവാം. ഇതിപ്പോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിൽക്കുന്നുണ്ട്. അതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇപ്പൊ ഒന്ന് സ്റ്റക്കായി നിൽക്കുക. അതാണ് ഇന്നലെ സൂചിപ്പിച്ചത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ എക്സിക്യൂട്ടീവായ മുഹമ്മദ് അലീഷിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പൂർണ്ണമായിട്ടും ഇപ്പോ 3 IAS ഉദ്യോഗസ്ഥന്മാരെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHM ഡയറക്ടർ, DME DHS വേറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനാണ്. ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികളായിട്ടുള്ള 2 കുട്ടികൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഈ CGM-ഉം ഇൻസുലിൻ പമ്പും CSR ഫണ്ടിന്റെ കൂടി സഹായത്തോടു കൂടി അവർക്ക് ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടുമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ വീഡിയോ ഒക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി കണ്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിനെ ആർക്കും വേണമെങ്കിലും കാണാം. എന്നെ കാണാനും കുറെ, ഇപ്പൊ ഞാൻ ദേവസ്വം വകുപ്പുള്ളതുകൊണ്ട് എന്നെ കാണാനും പല ആൾക്കാരും വരുന്നുണ്ട്. അവരോട് വരാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പറയാൻ പറ്റും. മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആർക്കും കാണാം. നേരെ മറിച്ച് അവരുടെ ഏതൊരു ഫംഗ്ഷന് ഞങ്ങൾ പോകുമ്പോഴാണ് വിവാദം. നേരെ ആർക്കും ഇങ്ങോട്ട് വരാം, ഞങ്ങളെ കാണാൻ നിവേദനങ്ങൾ നൽകാം.